ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് ഓൺ വേൾഡ്. കുറേ ദിവസമായി കുക്കിംഗ് വീഡിയോസ് ഇല്ലാതെ പിന്നെ ഡയറ്റ് വീഡിയോസ് ഒന്നും ഇടാതെ. എനിക്ക് നല്ല കോൾഡായിരുന്നു. എനിക്കും കുറവില്ല, ചെറുതായിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇപ്പോൾ നല്ല മഴയാണ്. ഇത് സ്കൂളിനടുത്ത വീഡിയോ ആണ്. 2 ദിവസമായിട്ട് സ്കൂൾ ലീവായിരുന്നു. നല്ല മഴയായിട്ട് ബ്ലോക്കും കാര്യങ്ങളെല്ലാമായിരുന്നു എല്ലായിടത്തും. അങ്ങനെ ലീവായിരുന്നു. പിന്നെ എനിക്ക് നല്ല കോൾഡായിരുന്നു. അതുകൊണ്ട് കുക്കിംഗ് ഒന്നും സ്പെഷ്യലായിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ഡയറ്റും എൻ്റെ യോഗയെല്ലാം ഫുള്ള് ക്യാൻസലായിപ്പോയി. ഇതിൻ്റെ ടേസ്റ്റ് മാത്രം മനസ്സിലാവുന്നുണ്ട്, മധുരം. ഇപ്പം ഇതാ എൻ്റെ സ്നാക്സാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പിള്ളേർക്ക് എത്ര ദിവസം കഞ്ഞിയെല്ലാം കൊടുക്കുക, എനിക്ക് കോൾഡ് ആയതുകൊണ്ട് കരുതി അവർക്ക് വേണ്ടി ചിക്കനെല്ലാം ആക്കിയിന്. ഞാൻ വിചാരിച്ചു എനിക്ക് നല്ല കൈപ്പുണ്യമായിരിക്കുമെന്ന്. പക്ഷേ ഞാനൊരു സത്യം മനസ്സിലാക്കി, ടേസ്റ്റ് നോക്കാണ്ടും സ്മെല്ലറിയാണ്ടും ഫുഡാക്കിയെങ്കിലെല്ലാം ഫ്ലോപ്പായിരിക്കും, കൊളാവുന്നുണ്ട് എൻ്റെ. ഇങ്ങനെയെല്ലാം അഡ്ജസ്റ്റാക്കി, പ്രശ്നമില്ല. നല്ല കോൾഡ് ഉള്ളതുകൊണ്ട് മൂക്കടഞ്ഞുകൊണ്ട് മൂക്കൊന്ന് ക്ലീൻ ചെയ്യാൻ പോയതാണ്. ചെവി അങ്ങ് അടഞ്ഞു പോയി മൂക്ക് ക്ലീൻ ചെയ്യുമ്പോൾ. പിന്നെ കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് ചെവിക്കൊരു പെയിന് വന്നു. അങ്ങനെ ഡോക്ടറെ കണ്ടു, ENT പോയിട്ട് കാണിച്ചു. ഓൾറെഡി കോൾഡിൻ്റെ ടാബ്ലറ്റ് കഴിച്ചിട്ട് ഒരു 4-5 ദിവസമായിരുന്നു. എന്നാലും ഇതാ ENT കാണിച്ചപ്പം നല്ല പണി കിട്ടിയെന്ന് മനസ്സിലായി. ഡോക്ടർ ഒരു 4-5 ഗുളിക ഇങ്ങോട്ട് തന്നു. പിന്നെ ഞാൻ ആദ്യമായിട്ട് ഇതേപോലെ ആവി പിടിക്കുന്നത്. സാധാരണ കോൾഡ് വന്നാൽ നേരെ പോയിട്ട് ടാബ്ലറ്റ് എടുത്ത് കഴിക്കലാന്ന് പതിവ്. പക്ഷേങ്കിൽ ഈ പ്രാവശ്യം ഡോക്ടർ ആവി പിടിക്കാൻ പറഞ്ഞു. 3-4 പ്രാവശ്യം ആവി പിടിക്കാൻ പറഞ്ഞു. അതുകൊണ്ട് ഒരു പുതിയൊരു ആവി പിടിക്കുന്ന സ്റ്റീമർ ഒന്ന് വാങ്ങിച്ചു. ഇതാ ഒരു കൊട്ട മരുന്നും ഉണ്ട്. ടോട്ടൽ ഇതാ ഒരു 1000 റുപ്യേൻ്റെ മരുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ആവി പിടിക്കാൻ ഒന്ന്, പിന്നെ അതിനൊരു ടാബ്ലറ്റ്, അല്ലാണ്ട് ഒരു ആൻറ്റിബയോട്ടിക്സ്, ഒരു കോൾഡിൻ്റെ ടാബ്ലറ്റ്, അതുകൊണ്ട് ഗ്യാസിൻ്റെ ടാബ്ലറ്റ്, പിന്നെ എന്തൊക്കെയല്ലോ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ മൂക്കിന് ഒറ്റിക്കുന്ന സ്പ്രേ, പിന്നെ ഒരു ഡ്രോപ്സ്. ഇതെല്ലാം കോൾഡ് അധികമായിട്ട് കിട്ടിയതാണേ. അത് ഞാൻ മൂക്കൊന്ന് ക്ലീൻ ചെയ്യുമ്പോഴേക്ക് ചെവി അങ്ങ് അടഞ്ഞു പോയി. പിന്നെ ചെറുതായിട്ട് ചെവിക്കൊരു വേദനയും. അത്ര ഫോഴ്സ് കൊടുത്തിട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ള അറിവൊന്നും എനിക്കുണ്ടായില്ല. സാധാരണ ആക്കും പോലെ അങ്ങ് ആക്കി. നല്ലൊരു പണിയും കിട്ടി ചെവിക്ക്. ഈ തവണ ഡോക്ടർ എന്നോടുള്ള സ്നേഹം കൊണ്ടാണോ മെഡിക്കൽ കമ്പനിയോടുള്ള സ്നേഹം കൊണ്ടാണോ അറിയില്ല, കുറേ മരുന്ന് എനിക്കങ്ങ് തന്നു. പിന്നെ അത് കൂടാതെ കുഞ്ഞു പിള്ളേരോട് പറയുന്ന മാതിരി പാല് കഴിച്ചുകൂടാ, തൈര് കഴിച്ചുകൂടാ, മോര് കഴിച്ചുകൂടാ, പഴം കഴിച്ചുകൂടാ, ഇളനീര് കുടിച്ചുകൂടാ, അങ്ങനെ കുറേ എന്തൊക്കെയല്ലോ പറഞ്ഞു. ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാൻ പാടില്ല പറഞ്ഞു, അതും 10 ദിവസത്തേക്ക്. ഇപ്പോൾ ഡയറ്റാക്കാൻ പറ്റിയ ടൈമാണ്. വായിക്ക് ഒരു രുചിയുമില്ല. വെയിറ്റ് ലോസും ഉണ്ടാവട്ടെ. പക്ഷേങ്കിൽ ഇത്ര ടാബ്ലറ്റ് കഴിക്കുമ്പം ഫുഡ് കറക്റ്റ് കഴിച്ചിട്ടില്ലെങ്കിൽ അതും ഇനി അടുത്ത പ്രശ്നമാവൂലേ.